നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറുട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന രൂക്ഷമായ ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ. നമുക്കറിയാം, ഗസയിൽ ഉള്ളവരെ സംരക്ഷിക്കുന്നതിനായിട്ട് ഹമാസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇറാൻ്റെ പ്രോക്സികളായി പ്രവർത്തിച്ചിരുന്ന ഹമാസ് ഇസ്രായേലിന് നേരെ തിരിഞ്ഞ് യുദ്ധം ആരംഭിച്ചിട്ട് കുറേ കാലമായി. ഇപ്പോൾ അതിഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഇസ്രായേലിനെ പതിയിരുന്ന് ആക്രമിക്കുന്ന എല്ലാ ആളുകളെയും ഇസ്രായേൽ കണ്ടുപിടിച്ചൊരു വിധം വധിച്ചു കളഞ്ഞു. അവരുടെ സുരക്ഷ അവർ ഉറപ്പാക്കുകയും ചെയ്തു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, തീ കണ്ടിട്ട് പുളിറുമ്പുകൾ മരക്കൊമ്പിലേക്ക് ഒരേ ഭാഗത്തേക്ക് വലിയുന്നത് പോലെ ഗസയിലുള്ള ഒരുപാട് ലക്ഷം ജനങ്ങൾ ഒരൊറ്റ ഭാഗത്തേക്ക് കൂടിയതായിട്ടാണ്. ഇവരുടെ ആക്രമണം അത്രമാത്രം രൂക്ഷമാണ്. അവരുടെ ആർഗ്യുമെൻറ്റ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ബന്ദികളെ ഫുള്ളായിട്ട് മോചിപ്പിക്കുക, പിന്നെ അവിടെ നിന്ന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സ്ഥലം വിടുക, ആ രാജ്യം മുഴുവൻ ഞങ്ങളുടേതാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്തായാലും ഇത് സത്യത്തിൽ അധിനിവേശമാണ് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഇസ്രായേലും ഹമാസും കൂടിയിട്ടുള്ള ഈ യുദ്ധത്തിൽ പിന്നെ ഹമാസിനെ സഹായിച്ചുകൊണ്ടിരുന്നത് ഈജിപ്താണെന്നും കൂടുതൽ ധനസഹായങ്ങളൊക്കെ ചെയ്തിരുന്നത് ഇറാനാണെന്നും ഇറാനും ഇവർക്കൊക്കെ പിന്തുണ നൽകിക്കൊണ്ടിരുന്നതും അല്ലെങ്കിൽ നൽകാമെന്ന് പറഞ്ഞതും ഈ റഷ്യയാണെന്നും ഒക്കെ നമ്മൾ കേട്ടെങ്കിലും കൂടി, പെട്ടെന്നുണ്ടായ അമേരിക്കയിലെ പ്രസിഡൻറ്റിൻ്റെ മാറ്റം, അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ ഈ യുദ്ധം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത്. അതായത് അമേരിക്കയുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഇസ്രായേലിന് കൂടുതൽ ട്രംപ് വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്തത്. ട്രംപ് കയറുമ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ, യുദ്ധം ഞാൻ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കും, യുദ്ധം എന്നുള്ളത് നന്നല്ല ലോകത്തിന് എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ആക്രമണത്തിൽ ഈ 200ഓളം പേർ മരിച്ചു, അല്ലെങ്കിൽ 400ഓളം പേർ മരിച്ചു എന്നൊക്കെയാണ്. ഇസ്രായേൽ ഒരിക്കൽ തന്നെ യുദ്ധം നിർത്തിയിട്ട് പോകുന്നില്ല. അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ബാക്കിയുള്ള ബന്ദികളെയും വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിടാനാണ് ഓർഡർ. ഗസയിലെ ജനങ്ങളെ അവിടെ തന്നെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അറബ് ലീഗിൻ്റെ മീറ്റിങ്ങൊക്കെ കൈറോയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മീറ്റിംഗായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിലവർ പറയുന്നത്, ഗസയെ അധിവസിപ്പിക്കാനുള്ള എല്ലാവിധ പാക്കേജുകളും അറബ് ലോകം ഫുള്ളായി ഏറ്റെടുക്കും, പിന്നെ ഈ നമ്മുടെ ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ എന്നൊക്കെയാണ്. പക്ഷെ അതിനൊന്നും ഇവിടെ ഇസ്രായേലോ അമേരിക്കയോ സമ്മതിക്കില്ല എന്നുള്ളത് ലോകത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുന്നത്. നമുക്കറിയാം, യുദ്ധം ആരംഭിക്കുമ്പോൾ ആകെ വീറ്റോ ചെയ്തത് അമേരിക്ക മാത്രമാണ് ഇസ്രായേലിനെ. അത് മതി. കാരണം അമേരിക്കയാണുള്ള ലോക ശക്തിയായിട്ട് നിലനിൽക്കുന്നത്. രണ്ടാമത്തെ ശക്തിയാണ് റഷ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ റഷ്യ അമേരിക്കയുടെ ഒരു കൂട്ടുകാരനായി മാറുകയും ചെയ്തു. പക്ഷേ യുദ്ധ രംഗത്തൊന്നും ഇല്ലെങ്കിലും മറ്റു വ്യാപാര മേഖലയിലൊക്കെ പലവിധ മാറ്റങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഈ മുഖചിത്രത്തിൽ തമ്പനയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ ഒളിത്താവളങ്ങളാണ്. ഈ ഒളിത്താവളങ്ങൾ പിന്നെ ഗസയിൽ നിന്ന് തൊട്ടിട്ട് പിന്നെ ഈജിപ്ത് വരെ ഉണ്ട്. അതായത് ഈജിപ്തിൽ നിന്നാണ് ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് ഗസയിലെത്തിച്ചിട്ടുള്ളത്. ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഒരുപാട് പിന്നെ അണ്ടർ ആയുള്ള ഗുഹകൾ ഇസ്രായേൽ തകർത്ത് മുന്നേറി. ഹമാസിന് പിന്നെ അവിടെ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥ വന്നു. സത്യത്തിൽ പിന്നെ ഈ
ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സാമ്പത്തിക കുറ്റത്തിന് ശിക്ഷിക്കാനുള്ള ദിവസങ്ങളൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന അവസരങ്ങളായിരുന്നു. ഇപ്പോൾ അതൊന്നും ഒരു മുഖവിലക്ക് എടുക്കാത്ത രീതിയിൽ പിന്നെ അദ്ദേഹം യുദ്ധരംഗത്ത് തന്നെ തുടരുകയാണ്. അത് അത്തരം വിഷയങ്ങൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ അതോ തൻ്റെ ദൗത്യം പൂർണ്ണമായിട്ട് ഈ നിർവഹിച്ച ശേഷം പിൻവലിയാനുള്ള പരിപാടിയാണോ എന്താണെന്നറിയില്ല. എന്തായാലും യുദ്ധക്കുറ്റത്തിന് പിന്നെ ചോദ്യം ചെയ്യലുണ്ടാവും എന്ന് അദ്ദേഹം തന്നെ ഉറപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ അദ്ദേഹത്തിന് എതിരുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ പ്രസ്താവ്യമാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തെ പിന്നെ കുറ്റം പറയുന്ന ആളുകൾ, അതായത് അമേരിക്കയിലിരുന്ന് അദ്ദേഹത്തെ കുറ്റം പറയുന്ന ആളുകൾ മുഴുവൻ ട്രംപ് അവിടുന്ന് ആട്ടിപ്പായിച്ച് അടിച്ചോടിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇവിടെ ഇറാന് ഒരുവിധം കൊമ്പ് കുത്തി ഇരിക്കുന്ന ഇതാണ്. അതായത് കൂടുതൽ ഉപരോധങ്ങൾ അമേരിക്ക ഇറാന് നേരെ വീണ്ടും നടത്തുകയും അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പിന്നെ ഇന്ത്യയോട് കുറക്കാനും പറഞ്ഞതിൻ്റെ ഉപരോധത്തിൻ്റെ അതും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഹൂതികൾ അവരുമായിട്ട് യുദ്ധം നിർത്താതെ ആക്രമണം തുടരും അല്ലെങ്കിൽ ആക്രമണം ചെറുക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹൂതികൾ ഇപ്പോഴും രംഗത്തുണ്ട്. അതുപോലെ ഹിസ്ബുള്ള മറ്റുള്ള ടീമൊക്കെ ഒരുവിധം അടിച്ചൊതുങ്ങുകയും ചെയ്തു. ഒരുപാട് പിന്നെ കേന്ദ്രങ്ങൾ ഇസ്രായേലിന് തകർക്കാൻ സാധിച്ചു. ഒരുപാട് ശത്രുക്കളുടെ പിന്നെ ബറ്റാലിയനെ തകർത്ത് അടിച്ചു കൊന്ന് മുന്നോട്ട് വരികയും ചെയ്തു. ഇവിടെ ഗസയിലുള്ള ഇത്രയും ആളുകൾ ഒരിക്കലും തന്നെ ഇസ്രായേലിനോട് യുദ്ധമൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഹമാസാണ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നത്. ഈ ഹമാസ് ആകട്ടെ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന പിന്നെ നായകളെ പോലെയാണ്. അതായത് അവരെ എറിയുമ്പോൾ ജനങ്ങൾക്ക് കൊള്ളുമെന്നുള്ളത് കഷ്ടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അവരെ എറിയുമ്പോൾ പൊതുജനം കണ്ടോട്ടെ എന്ന് വെച്ചാണ് അവർ ആൾക്കൂട്ടത്തിൽ ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ അവരെ കൊല്ലുക എന്ന വിഷയത്തിലേക്ക് ബോംബിടുകയും മറ്റും ചെയ്യുമ്പോൾ സാധാരണക്കാരായ ഒരുപാട് ജനങ്ങളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് അന്താരാഷ്ട്ര ശ്രദ്ധ ക്ഷണിക്കാനാണ് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പരാതി. ഇവിടെ നമുക്കറിയാം ഈ ഗസയിലുള്ള ആളുകൾ പണ്ടേ അവിടെ ഉള്ളതാണ്. ഈ ഇസ്രായേൽ എന്ന് പറയുന്നതും പണ്ട് ഇസ്രയേലികൾ അവിടെ ഉള്ളതാണ്. പക്ഷേ ആട്ടിപ്പായിക്കപ്പെട്ട ഇസ്രയേലികൾ, ഭൂതകാലത്തിൽ ആട്ടിപ്പായിക്കപ്പെട്ട ഇസ്രയേലികളെ പിന്നെ ഹിറ്റ്ലറൊക്കെ വധിച്ച് നാമാവശേഷമാക്കിയ ശേഷം ബാക്കി വന്ന ഈ ഇസ്രയേലികളാണ് ഈ ഒന്നിച്ചിട്ട് അവിടെ വന്ന് അവരുടെ പിന്നെ ജന്മദേശമാണ് അത് എന്നുള്ള തോതിൽ അവിടുന്ന് പലസ്തീനികളെ മണ്ടിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ പണ്ട് കാലത്തെ ചരിത്രത്തിൽ കാണാവുന്നതാണ്. അവിടെ അവരെ കൊണ്ടുവന്നത് പിന്നെ പല രാജ്യക്കാരും അതിന് സഹായം നൽകിയിട്ടുണ്ട്. ബ്രിട്ടനാണ് അതിന് ആകെ മുൻകൈ എടുത്തിട്ടുള്ളത്. എല്ലാ സാമ്പത്തിക സഹായവും പിന്നെ പട്ടാളത്തെയൊക്കെ നൽകിക്കൊണ്ട് ആദ്യത്തെ യുദ്ധമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ബൈബിളിൽ പറയുന്നത് ഇവർക്ക് നഷ്ടപ്പെട്ട രാജ്യം ഇവർ തന്നെ തിരിച്ചു പിടിക്കും എന്നാണ്. അപ്പം അതിന് ഇവർ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അത് അവരെ വിജയിക്കൂ എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ ഖുർആനിൽ പറയുന്നു പിന്നീട് അവർ തോൽക്കും എന്നാണ്. എന്തായാലും ശരി, ഇതൊരു സത്യമാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇസ്രായേലിൻ്റെ വിജയം തന്നെയാണ് മുന്നോട്ട് കാണുന്നത്. കാരണം അവർക്ക് കൂടുതൽ ആയുധ ശക്തിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. തെറ്റും ശരിയും ഉണ്ടാകും. അതിൽ ശരി ഏതാണെങ്കിൽ അത് വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുന്നു. മറ്റൊരു വീഡിയോയ്ക്കും വേണ്ടി കാത്തിരിക്കുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തും.